എന്നാലും എന്റെ സുബൈദ, നിന്റെ മകനെ ഈ പണി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ലാട്ടോ. എത്ര നല്ല ചെക്കനായിരുന്നു. എങ്ങനെ എന്നാലും അവനക്ക് ഇതിന് ചെയ്യാൻ മനസ്സ് വന്നതെന്ന് ഞാൻ ആലോചിക്കുന്നതേ. വല്ലാത്തൊരു കഷ്ടം. ഖദീജ വന്ന് കാര്യം പറഞ്ഞപ്പോഴേ സത്യം പറഞ്ഞ ഞാൻ വിശ്വസിച്ചില്ലാട്ടോ. ഖദീജാന്റെ സ്വഭാവം നിനക്കറിയാലോ. വായ തുറന്നാ നുണയെ പറയുള്ളൂ. അപ്പൊ ഇത് നുണ തന്നെയായിരിക്കുന്നു ഞാൻ വിചാരിച്ചതേ. ഇവിടെ വന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്നാലും ഈ ചെക്കന് എവിടുന്ന് കിട്ടിയണാവോ ഈ ബുദ്ധിയൊക്കെ. അവന്റെ വാപ്പ അറിഞ്ഞ ഈ കാര്യങ്ങളൊക്കെ. പിന്നെന്താ അറിയാണ്ട്, ഞാൻ ഇന്നലെ വിളിച്ചപ്പോ കാര്യം പറഞ്ഞു. അതെ, എന്നിട്ട് എന്താ പറഞ്ഞേ? എന്ത് പറയണ്, എന്നെ കുറെ തിന്നായിരുന്നു, അതിനല്ലേ മൂപ്പർക്ക് അറിയുള്ളൂ. എന്റെ വളർത്തുകൂടാന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കുറെ പറഞ്ഞായിരുന്നു. അത് പിന്നെ പറയാണ്ടിരിക്കോ? ആ മൂപ്പര് അവിടെ പോയി കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇവനക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പൊ ഇവൻ ഇവിടെ ഇതൊക്കെ കാട്ടിക്കൂട്ടി പറഞ്ഞ ആരാ പറയാണ്ടിരിക്കതൊക്കെ? അതിനൊന്നും ആ മൂപ്പരിന് ഒരു കുറ്റവും പറയാൻ പറ്റില്ല കേട്ടോ. അതൊന്നല്ലടി എന്റെ വിഷമം. ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടതാണ്, അതൊക്കെ തവിട് പൊടിയായില്ലേ. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ? ഞാൻ അതന്നെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്നിട്ട് എവിടെ അവള്? ഇവിടെ ഇല്ലേ? ഇവിടെയൊന്നും ഇല്ല. രാവിലെ തന്നെ രണ്ടും കൂടി ഇറങ്ങി പോണു കണ്ടു. എവിടേക്ക്? അവൾക്ക് എന്തൊക്കെയോ വാങ്ങാനാണത്രേ. ഇട്ട ഡ്രസ്സോട് അങ്ങനെ ഇങ്ങോട്ട് കേറി വന്നതല്ലേ, അപ്പൊ മാറ്റി കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, അത് വാങ്ങാനായിരിക്കും. അപ്പൊ അവള് വരുമ്പോ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? വെറും കയ്യോട് അങ്ങനെ കയറി വരിക ചെയ്ത്? അതിന് അവളുടെ വീട്ടുകാര് ഇവനക്ക് കൈപിടിച്ചു കൊടുത്തതല്ല, തന്നിഷ്ടപ്രകാരം ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ്. പിന്നെ എന്താ കൊണ്ടുവരുന്ന്? അതിന്റെ കയ്യിലും കഴുത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയ നീ? അതല്ല അതൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് വന്നിരിക്കുന്നത്. ഓ, നാലുപോലെ കഴുത്തിലൊരു മാലയും ദത്തേറെ പോന്ന രണ്ട് കമ്മലും കണ്ടു. ഞാൻ നോക്കിയപ്പോ അതാ കണ്ടോളൂ. ഇപ്പൊ അതന്നെ ഇപ്പൊ സ്വർണ്ണാണെന്ന് ഇപ്പൊ ആർക്കറിയാ. അവളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടാണാവോലെ? അത് വല്ലതും അറിയോ നിനക്ക്? ഉമ്മേ, വാപ്പേ, ആങ്ങളാരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ അവര് വന്നിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുവോ? ഒന്നും എനിക്കറിയില്ല. അതൊന്നും ഞാൻ അവളുടെ അടുത്ത് ചോദിക്കാനും നിന്നിട്ടില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നിനക്ക് ചോദിച്ച് മനസ്സിലാക്കി വെച്ചൂടെ? നാളെ മേലാക്ക അവരാരെങ്കിലും വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞാൽ എന്താ നീ ചെയ്യാ? മൂപ്പരും കൂടി ഇല്ലാത്തതല്ലേ ഇവിടെ? അപ്പൊ അതൊക്കെ ഒന്ന് നെയ്സായിട്ടൊന്ന് അറിഞ്ഞു വെക്കുക, അതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഇല്ലേ, നീ അവളുടെ അടുത്ത് അധികം അടുപ്പൊന്നും അങ്ങോട്ട് കാണാൻ നിക്കണ്ടാട്ടോ. എന്താ പറഞ്ഞാലേ, നിന്റെ ഇഷ്ടപ്രകാരം അവളെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ലല്ലോ. അവളായിട്ട് ഇങ്ങോട്ട് വലിയ കയറി വന്നതല്ലേ. അത് എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. അല്ലെങ്കിൽ ഇപ്പൊ നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അവളുടെ ഇവിടെ റാണിയെ പോലെ അങ്ങനെ വാഴിക്കുന്ന? ആ, അവളെ അനുഭവിക്കാൻ പോണുള്ളൂ. ഞാൻ ആരാന്നുള്ളതും എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താന്നുള്ളത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നീ നോക്കിക്കോ. കൂടിപ്പോയ 2 മാസം, 2 മാസത്തിനുള്ളിലേ അവള് ഇവിടുന്ന് കൂടും കുടുക്കി എടുത്തിട്ട് ഓടുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താണ്? ചായ. നീ ഇപ്പൊ ഈ നേരത്തെ എണിച്ചു വരുന്നത്? നേരെ ഉച്ചയായല്ലോ. നല്ല സ്വഭാവം. നീ എണിച്ചിട്ട് കുളിച്ചിട്ടൊന്നുമില്ല? നേരെ എണിച്ചപാട് ഇങ്ങോട്ട് അടുക്കളയ്ക്ക് വന്നതാ? ഇതൊന്നും ഇവിടെ പറ്റില്ല കേട്ടോ. രാവിലെ നേരെ എണിച്ച് കുളിച്ചിട്ടേക്ക് അടുക്കളയിൽ കയറാൻ പറ്റുള്ളൂ. ഇതൊന്നും പറഞ്ഞുതരാൻ നിന്റെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ലേ? പിന്നെ നാളെ മുതലേ സുബഹിക്ക് തന്നെ എണിക്കണം. എണിച്ച് കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നേരെ അടുക്കളയ്ക്ക് വരണം. മനസ്സിലായില്ലേ? എന്നാ പോയി കുളിച്ചിട്ട് വാ. നിന്റെ അടുത്ത് അല്ലടി പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞത്, പിന്നെ എന്തെങ്ങനെ വിളിച്ചോണ്ട് നിക്കണത്? ഇക്കാക്ക് ചായ കൊണ്ടേ കൊടുക്കാന്. ഇക്കാക്ക് നീ കൊണ്ടേ കൊടുക്കണ്ട, അതിനൊക്കെ ഞാനുണ്ട് ഇവിടെ. ഇത്രയും കാലം നീയൊന്നല്ലല്ലോ കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നത്, ഞാനല്ലേ. അപ്പൊ ഇനി അവനക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കറിയാം. നീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കയറി തലയിടാൻ നിൽക്കണ്ട, മനസ്സിലായില്ലേ? തൽക്കാലം ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാ മതി. എവിടുന്നോ വലിഞ്ഞു കയറി വന്നിട്ട് അവള് എന്റെ മകനെ വലവീശി പിടിച്ചതും പോരാ, അവന്റെ മേൽ അധികാരം കാണിക്കാൻ നോക്കണം. നിന്നെ ഞാൻ കാണിച്ചു തരാടി. ഡേ, എന്താ നീ ഇവിടെ കാട്ടുന്നത്? ഞാൻ എന്റെ തുണികൾ തിരുമ്പുക. ഓ, തമ്പുരാട്ടി വാഷിംഗ് മെഷീനിൽ തിരുമ്പുള്ളൂ? പുറത്തേ തിരുമ്പാനുള്ള കല്ലുണ്ട്, അവിടെ പോയി തിരുമ്പ്. എന്നാ എന്റെ കുറച്ച് സാരി കൂടി ഉണ്ട് തിരുമ്പാന്, അത് കൂടി കൊണ്ടുവയ്ക്കാം. എന്നാ പിന്നെ നോക്കി കണ്ടിട്ടൊക്കെ തിരുമ്പിക്കോ. നല്ല വില കൂടിയ സാരിയാണ്. കല്ലിലൊക്കെ ഇട്ട് ഒരച്ചും കൊണ്ട് നാശാക്കാൻ നിൽക്കണ്ട. എനിക്കൊന്നും കല്ലിൽ തിരുമ്പിയിട്ട് ശീലമില്ല. ഇങ്ങനെയൊക്കെ തന്നെ ശീലാകുക. വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് തിരുമ്പിയിട്ടേ കറണ്ട് ബില്ല് കൂടിയാലേ കറണ്ട് ബില്ല് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടേ അടയ്ക്കൊന്നുമില്ലല്ലോ. ഉമ്മ, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിച്ചോളി. നീ എന്താടി എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരിക? എവിടുന്നോ വന്നു കയറി വന്നുകൊണ്ട് അവളെ എന്നെ ഭരിക്കാൻ വരുന്നു. മര്യാദയ്ക്ക് അതൊക്കെ പെറുക്കി എടുത്തുകൊണ്ടേ ആ കല്ലിൽ കൊണ്ടേ തിരുമ്പിയിട്ട് വന്നോ. ഇതുവരെയായിട്ടും കഴിഞ്ഞില്ലേ നിന്റെ തിരുമ്പല്? 4 തുണിയും കൊണ്ട് വന്നിട്ട് മണിക്കൂർ 2 ആയല്ലോ. നീ ഇതും കൊണ്ട് വൈകുന്നേരം ആക്കുവോ?
ഞാൻ പറഞ്ഞതല്ലേ അമ്മ, എനിക്ക് കല്ലിൽ തിരുമ്പിട്ടുള്ള ശീലമൊന്നും ഇല്ലാന്ന്. എന്ത് പറഞ്ഞാലും പിന്നെ ന്യായീകരണങ്ങൾ ഉണ്ടല്ലോ. മതി വർത്താനം പറഞ്ഞത്, വേഗം അത് കഴുകിയെടുക്കാൻ നോക്ക്. ദേ, നിന്റെ വീട്ടിൽ നിനക്ക് ആരൊക്കെ ഉണ്ട്? വാപ്പ ഇമ്മയൊക്കെ ഉണ്ടോ നിനക്ക്? ആ, ആങ്ങളാരോ? 3 ആള്. ആ, അപ്പൊ ആണുങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടാണ് നീ ഈ പണിയൊക്കെ ചെയ്തത് ഇല്ലേ? എങ്ങനെ നന്നു. നീ ഒക്കെ കൂടി ചോദ്യത്തിനും പറച്ചിലിനും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുവോ? ഈ വയസ്സുകാലത്ത് എന്റെ ഉള്ള സമാധാനം കളയോ നീ? അവരൊന്നും ആരും വരാൻ പോണില്ല. അത് പറഞ്ഞപ്പോ എന്തോ ഒരു ഉത്സാഹം നോക്ക് അവൾക്ക്. എന്നാലും എങ്ങനെ മനസ്സ് വന്നടി നിനക്ക് ഇത്രയും കാലം നോക്കി വളർത്തിയ തന്തനെയും തള്ളനെയും കൂടെ പെറുപ്പളിനെയും കിട്ടേറിഞ്ഞും കൊണ്ട് ഇങ്ങോട്ട് വരാന്? നിന്റെ താഴെ പെണ്ണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ആ, 2 ആളുണ്ട്. ആ, അപ്പൊ ഒരു പഞ്ചായത്തിനുള്ള ആളുണ്ട് നിന്റെ വീട്ടില്. എന്തായാലും നിന്റെ അനിയത്തിമാരുടെ കാര്യത്തിന് ഒരു തീരുമാനമായി. കാരണം നീ നിന്റെ കുടുംബത്തിന് അത്രയും നല്ല പേരുണ്ടാക്കി കൊടുത്തിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ഇനി എന്തായാലും നല്ല നല്ല കുടുംബത്തിൽ നിന്ന് വരിവരിയായിട്ട് ആലോചനകൾ വന്നോളൂ അവർക്ക്. മിഴിച്ചു നിൽക്കാണ്ട് വേഗം പണി ചെയ്യാൻ നോക്ക്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുക്കളത്തെ കാര്യങ്ങൾ നോക്കാന്. ഡി 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 അവിടെ നിക്ക്. എവിടേക്കാ ബാഗും തൂക്കിയിട്ട്? ആരുടെ അടുത്ത് ചോദിച്ചിട്ട് നീ പുറത്തേക്ക് പോകാൻ നിൽക്കണത്? അമ്മ, എനിക്ക് ടൗണിലൊന്ന് പോകേണ്ട ആവശ്യമുണ്ടേ, 1-2 സാധനങ്ങൾ വാങ്ങിക്കാന്. തോന്നിയ പോലെ പുറത്തേക്ക് പോണതൊക്കെ നിന്റെ വീട്ടില്. ഇവിടെ എങ്ങനെ അഴിഞ്ഞാടി നടക്കാനും പറ്റില്ല. മര്യാദക്ക് നീ ഉള്ളിൽ കയറി പോയിക്കോ. ഞാൻ ഇക്കാലത്ത് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോ പോയിക്കോളാൻ പറഞ്ഞു. അവനൊരു കിഴങ്ങനാണ്. അവൻ ആരും എന്ത് ചോദിച്ചാലും അങ്ങ് സമ്മതിച്ചു കൊടുക്കും. അതുകൊണ്ടാണല്ലോ നിനക്ക് ഇവിടെ കയറി കൂടാൻ പറ്റിയത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യണേ എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കണതേ അവനല്ല, ഞാനാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ പെണ്ണുങ്ങളെ ആണുങ്ങളുടെ കൂടെ അല്ലാണ്ടൊന്നും പുറത്തേക്ക് പോക്കില്ല. ഇനി നീയായിട്ട് അത് തിരുത്താനും നിൽക്കണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്ക് എന്റെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകാണ്ടിരിക്കാൻ പറ്റുമോ? തൽക്കാലം നീ ഇപ്പൊ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. അതല്ല നിനക്ക് പോയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ പൊയ്ക്കോ. പക്ഷേ പിന്നെ ഈ പടി ചവിട്ടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്താടി നീ ഇങ്ങനെ തുറച്ചു നോക്കണത്? കേറി പോടി ഉള്ളിലേക്ക്. സുഖിച്ച് കിടക്കണ അവള്. നിന്റെ കടത്തം ഞാൻ ഇപ്പൊ തന്നെ മാറ്റിത്തരാം. ദേ, എനിക്കടി. എന്താ അമ്മ, എന്താ നിങ്ങക്ക് വേണ്ട? ഇങ്ങനെ 24 മണിക്കൂർ നീണ്ടു നിവർന്ന് കടന്നാലൊന്നും ഇവിടുത്തെ പണികൾ നടക്കില്ല. അതുകൊണ്ട് എന്റെ മകൾ എണിച്ചിട്ടേ പോയി പണികൾ ചെയ്യാൻ നോക്ക്. എനിക്ക് വയറ് വേദനിച്ചിട്ട് നിക്കാൻ വയ്യ. ഞാൻ കുറച്ചേരം ഒന്ന് കിടക്കട്ടെ. നീ വലിയ വർത്താനൊന്നും പറയാൻ നിൽക്കണ്ട. മര്യാദക്ക് നീ താഴ്ത്തിക്ക് വന്നാ അതാ നിനക്ക് നല്ലത്. ഇനി ഒന്നും കൂടി എന്നെ ഇങ്ങോട്ട് വെത്തിച്ച വിവരം അറിയൂ നീ. ഇതെവിടേക്കാ നീ ബാഗ് പാക്ക് ചെയ്തിട്ട്? നീ നിന്റെ അടുത്താ ചോദിക്കണതേ. ഞാനേ എന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. വീട്ടിലേക്കാ? എന്തിന്? നിങ്ങളുടെ ഉമ്മാന്റെ കൂടെ ഇരുന്നിട്ടേ എനിക്ക് മതിയായി. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങളുടെ ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്താന്? ഇനി കഷ്ടപ്പെടുത്തുന്ന പോട്ടെ. ഈ വരുന്നവരുടെ അടുത്ത് പോണവരുടെ അടുത്തൊക്കെ എന്നെ കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങളാ പറയുമെന്ന് അറിയോ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ വിളിച്ചപ്പോ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതോ? നീ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവണുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ ഉമ്മാനെ പറഞ്ഞ് മനസ്സിലാക്കുക പറഞ്ഞ് നടക്കും തോന്നുന്നുണ്ടോ? അതുകൊണ്ട് ഇതൊക്കെ ഞാൻ സഹിക്കണോ? സെലീന, ഞാൻ പറയണത് ഒന്ന് കേക്ക് നീ. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കതിന്. നാളെ ഉണ്ടടാ നിനക്ക് അവള് സാരിത്തുമ്പോ പിടിച്ചും കൊണ്ട് നടക്കാന്. അവള് പോണെങ്കിൽ പോട്ടടാ. നിനക്ക് നല്ല ഒന്നാന്തര പെണ്ണ് ഞാൻ കണ്ടുപിടിച്ചു തരാം. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കണ്ട അവിടെ. നിങ്ങൾ പേടിക്കണ്ട. ഞാൻ നിങ്ങളെ വേണ്ട പറഞ്ഞിട്ടൊന്നല്ലല്ലോ പോണത്. പിന്നെ എന്റെ വീട്ടുകാർ എന്നെ സ്വീകരിക്കുന്നുള്ള പേടി നിങ്ങക്ക് വേണ്ട. അവര് എന്നെ കൈ നീട്ടി സ്വീകരിക്കും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ അങ്ങനെയല്ലല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കാന്ന് പറഞ്ഞിട്ടല്ലേ ഇറങ്ങി വന്നത്. അപ്പൊ ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും. നിങ്ങൾ വാടകയ്ക്ക് ഒരു വീട് അന്വേഷിക്കും. അത് ശരിയാകുമ്പോ എന്നെ വന്ന് വിളിക്കും. അപ്പൊ ഞാൻ അങ്ങോട്ട് വരാം. അല്ലാണ്ട് ഈ വീട്ടിക്ക് ഞാൻ വരില്ല. കണ്ട, നീ പറഞ്ഞിട്ട് അവള് ഇവിടെ നിന്നില്ലല്ലോ. അവള് തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയത് നോക്ക് അവള്. നിങ്ങൾ എന്നെ ഒരു അക്ഷരം മിണ്ടാന്ന് കണ്ട. ഇത് ഇത്രയും വഷളാക്കി നിങ്ങൾ ഒരൊറ്റ ഒരുത്തിയാണ്. നീ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.